അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാഹ്, നാം നോമ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാം റമദാൻ ഒരു സ്കൂളായിട്ട് എടുക്കണമെന്നും എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തെ അതിന് ട്രെയിൻ ചെയ്തെടുക്കേണ്ടത്, അതേപോലെ ഷഅബാൻ മാസത്തിൽ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സൗം, ദ ഫാസ്റ്റ്. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആക്ട്സ് ഓഫ് വേർഷിപ്പ് ഈസ് ഫാസ്റ്റിംഗ്. ഏറ്റവും നല്ലൊരു വേർഷിപ്പ് ചെയ്യുന്ന ആക്റ്റാണ് നോമ്പ് എന്നുള്ളത്. ബിക്കോസ് നമ്മൾ ഭക്ഷണം കഴിക്കാതെയും ദാഹിച്ചിട്ടും വെള്ളം കുടിക്കാതെയാണ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നിൽക്കുന്നത്. സോ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് നോമ്പ് എടുക്കുന്നവരെ. അപ്പോൾ അവൻക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും നോമ്പെടുക്കുന്നത്, അല്ലേ? ഒബ്സർവിങ് അൽ സൗം ഈസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ യു ആറ്റ് ഇറ്റ് വാസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദോസ് ബിഫോർ യു ദാറ്റ് യു മേ ബിക്കം അൽ മുത്തഖൂൻ. നോമ്പെടുക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തെറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ചിന്ത വരുന്നില്ലേ, അല്ലേ? സൂറത്തുൽ ബഖറയിൽ പറയുന്നതാണ്. നോ വണ്ടർ ദെൻ ദാറ്റ് ഇറ്റ്സ് ഇൻ ദിസ് മന്ത് ദ ഹാർട്ട്സ് ഓഫ് ദ ബിലീവേഴ്സ് ടേൺ ടു ദ മോസ്റ്റ് മെർസിഫുൾ. സോ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് ഏറ്റവും റഹീമായ അള്ളാഹുവിനോട് തിരിയും. അള്ളാഹുവിൻ്റെ ഭയത്തോടു കൂടിയും നാം അള്ളാഹുവിൽ നിന്ന് ഒരുപാട് റിവാർഡ്സ് കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കും. മെയിൻ തിങ് നമ്മുടെ വിക്ടറി എന്താണ്? ജന്ന. ഈ ഒരു വേർഷിപ്പ് അത്രയും ഹൈ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റൂളിങ്സ് പഠിക്കൽ ഭയങ്കര നിർബന്ധമാണ്. നമ്മളിപ്പോൾ എല്ലാവരും നിസ്കരിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ നോമ്പ് എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ റൂളിങ്സ് എല്ലാം പഠിക്കൽ നിർബന്ധമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഖുർആൻ ഓതുന്നതിന് തജ്വീദ് പഠിക്കൽ നിർബന്ധമാണ്, അല്ലേ? തജ്വീദ്, അക്ഷരങ്ങൾ, മഖ്റജ്, എങ്ങനെയാണ് ഓതുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ നോമ്പിനും നമ്മൾ അഹ്കാം, റൂളിങ്സ് പഠിക്കേണ്ടതാണ്. ബിക്കോസ് നമുക്ക് ഇസ്ലാമിക് കാര്യത്തിൽ പെട്ട ഒന്നാണ് സൗം, അല്ലേ? ഫാസ്റ്റിംഗ്. സോ അതിൽ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, നമ്മളത് അവോയ്ഡ് ചെയ്യൽ, എന്താണ് നമുക്ക് പെർമിസിബിൾ അല്ലെങ്കിൽ ഹലാലായിട്ടുള്ള കാര്യം. സോ ദാറ്റ് നമ്മളെ തന്നെ വേറെ രീതിയിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നമ്മുടെ ഇബാദത്തിൽ നമുക്ക് പീസായിരിക്കണം, സമാധാനം വേണം. നമ്മൾ അള്ളാഹുവിൻ്റെ ഇബാദത്ത് ചെയ്യുമ്പോൾ എന്തെല്ലോ കാട്ടിക്കൂട്ടിയിട്ട് ചെയ്യലല്ല. ഒരുപാട് ഖുർആൻ ഓതിയിട്ട് ചിലപ്പോൾ നമുക്ക് ഭയങ്കര ടയറിങ് ആയിരിക്കും. സോ എല്ലാം ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് സിയാം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഫാസ്റ്റിംഗ് എന്ന് സിയാം എന്ന് പറഞ്ഞ വേർഡിൻ്റെ ഒരു ബേസിക് മീനിങ് എന്ന് പറയുന്നത് എന്തൊരു കാര്യത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നത്. ടു അബ്സ്റ്റെയിൻ ഫ്രം സംതിങ്, മനസ്സിലായോ? ഒരു കാര്യത്തിൽ നമ്മൾ മാറി നിൽക്കുന്നതാണ് സിയാം എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം. ബട്ട് ആക്ച്വലി നമ്മൾ നോമ്പിൻ്റെ പ്രാധാന്യത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നാം നോമ്പ് മുറിയാതെ നിൽക്കാൻ വേണ്ടിയിട്ട് മാറി നിൽക്കുന്നത്. ഏത് ടൈം മുതൽ? ഫ്രം ഡോൺ അണ്ടിൽ സൺസെറ്റ്. രാവിലെ ഫജറിന് ശേഷം സൺസെറ്റ് വരെ നിയ്യത്ത് വെച്ചിട്ട്, മനസ്സിലായ? അതായത് അബ്സ്റ്റെയിനിങ് ഫ്രം തിങ്സ് ദാറ്റ് ബ്രേക്ക് ദ ഫാസ്റ്റ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് നാം മാറി നിൽക്കുന്നു ഫജർ തൊട്ട് സൺസെറ്റ് വരെ, അതായത് മഗ്രിബ് വരെ നിയ്യത്തോടു കൂടി. സോ എന്താണ് റൂളിങ്? അത് സുന്നത്താണോ? അല്ല, അത് ഫർദാണ്. ഇറ്റ് ഈസ് ദ ഫോർത്ത് പില്ലർ ഓഫ് ഇസ്ലാം. അത് ലാസിമാണ്, ഒബ്ലിഗേറ്ററി ആണ്, മാൻഡറ്ററി ആണ്, നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. എല്ലാവരും അഗ്രീഡ് ആണ് ദാറ്റ് ഫാസ്റ്റിംഗ് ദ മന്ത് ഓഫ് റംസാൻ ഈസ് ഒബ്ലിഗേറ്ററി. എല്ലാ സ്വഹാബാക്കളും നബിയും എല്ലാം നമുക്ക് പ്രൂഫാണ്, അതായത് റമദാൻ മാസത്തിലാണ് നാം നോമ്പെടുക്കേണ്ടത്. സോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഓ യു ഹു ബിലീവ്, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നോമ്പ് എടുക്കുക നിങ്ങളെക്കാളും മുന്നേ ഉള്ള ആളുകൾ നോമ്പെടുത്ത പോലെ. സോ ദാറ്റ് നിങ്ങൾ മുത്തഖീങ്ങളായിട്ട് നിങ്ങൾ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട്, ദ പയസ്, സ്വാലിഹായിട്ടുള്ള ആളുകളാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോമ്പെടുക്കുക. സോ നാം മനസ്സിലാക്കണം, ആരെങ്കിലും നോമ്പെടുക്കൂല എന്ന് അല്ലെങ്കിൽ നോമ്പെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഔട്ട്സൈഡ് ഓഫ് ഇസ്ലാം കാര്യത്തിൽ ഏതൊരു കാര്യം നിങ്ങൾ നിരസിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇസ്ലാമിൽ പുറത്തായവരാണ്. പിന്നെ അറിഞ്ഞിട്ടും മനഃപൂർവ്വം റമദാൻ നോമ്പെടുക്കാത്തത് മേജർ സിന്നായിട്ട് വരും, മനസ്സിലായോ? വലിയ മഹാപാപമായിട്ട് വരും. നോമ്പെടുക്കുന്ന മെറിറ്റ്സ് എന്താണ് ഗുണങ്ങൾ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എവ്രി ഡീഡ് ഓഫ് ദ ചൈൽഡ് ഓഫ് ആദം ഈസ് ഫോർ ഹിംസെൽഫ് എക്സെപ്റ്റ് ഫോർ ഫാസ്റ്റിംഗ്. അതായത് നാം ആദമിൻ്റെ സന്തതി എന്തൊരു പ്രവൃത്തികൾ ചെയ്താലും
ആ കാര്യം ആദമിൻ്റെ സന്തതിക്ക് വേണ്ടിയിട്ടാണ്, പക്ഷേ ഫാസ്റ്റിംഗ് എനിക്കുള്ളതാണ്. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ റിവാർഡ് കൊടുക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് നമ്മുടെ നമസ്കാരം എല്ലാം ശരിക്കും വേണ്ട. യെസ്, ശരി തന്നെ. നമ്മളത് അള്ളാഹുവിനോടുള്ള ഗ്രേറ്റ്ഫുൾനെസ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്താലും ആ ആക്ട് അവനുള്ളതാണ്, ആ ഡീഡ്സ്. പക്ഷേ ദ ഫാസ്റ്റിംഗ് ഈസ് ഫോർ മീ, അതായത് എനിക്ക് ആണ് നോമ്പ്, എന്ത് പ്രവൃത്തി ആയിക്കോട്ടെ, പക്ഷേ നോമ്പ് എനിക്കുള്ളതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ബിക്കോസ് അത്രയും നമ്മൾ ഭക്ഷണം കഴിക്കാതെ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി നിൽക്കുന്നതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ മുസ്ലിംസ് അല്ലാതെ? സോ ഫാസ്റ്റിംഗ് ഒരു ഷീൽഡാണ് അല്ലേ, ഒരു പ്രൊട്ടക്ഷനാണ്. സോ ഇഫ് ഇറ്റ് ഈസ് എ ഡേ ഓഫ് ഫാസ്റ്റിംഗ് ഫോർ എനി വൺ ഓഫ് യു ദെൻ ഹി ഷുഡ് എൻഗേജ് ഇൻ നോ ഒബ്സെൻറ്റി ഓർ ഷൗട്ടിങ്. ഒച്ചെടുക്കല്ല, ഷീൽഡാണ്, പ്രൊട്ടക്ഷനാണ്. വേണ്ടാത്ത വർത്താനം പറയരുത്, ബാഡ് വേർഡ്സ് വിളിക്കരുത്. ആരെങ്കിലും അടി ചെയ്യുന്നുണ്ടെങ്കിലോ നിങ്ങളുടെ കൂടെ, നിങ്ങൾ എന്താ പറയേണ്ടത്? ഞാൻ സൗമുള്ളവനാണ്, ഞാൻ ഫാസ്റ്റിംഗ് ആണ്. ഐ സ്വെയർ ബൈ ഹിം ഇൻ ഹൂസ് ഹാൻഡ് ഈസ് മുഹമ്മദ് സോൾ, ദ സ്മെൽ ഓഫ് ദ ഫാസ്റ്റിംഗ് പേഴ്സൺസ് ബ്രെത്ത് ഈസ് സ്വീറ്റർ ടു അള്ളാഹ് ഓൺ ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ് ദൻ ദാറ്റ് ഓഫ് മസ്ക്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഫാസ്റ്റിംഗ് പേഴ്സൻ്റെ ബ്രെത്ത് ഈസ് സ്വീറ്റർ ടു അള്ളാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി ആ ബ്രെത്തിൻ്റെ സ്മെല്ല് മസ്കിനെക്കാളും ഏറ്റവും ഉത്തമമായതാണ് ഡേ ഓഫ് ജഡ്ജ്മെൻറ്റിൽ. ഓക്കെ, ദ ഫാസ്റ്റിംഗ് പേഴ്സൺ ഹാസ് 2 ഒക്കേഷൻസ് ഫോർ ജോയ്. എന്താണ് 2 കാര്യങ്ങൾ നമുക്ക് സന്തോഷം വരുന്നത്? നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ് അല്ലേ, ബിക്കോസ് നമുക്കത് ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ടും, പിന്നെ ഇതിൻ്റെ കാരണം നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിലും. മനസ്സിലായ? അപ്പോൾ ഒരു ഫാസ്റ്റിംഗ് പേഴ്സണ് എന്താ വിചാരിക്കുന്നത്? യെസ്, ആർക്കായാലും അങ്ങനെ തന്നെ. നമ്മളെ ഫ്രണ്ടിൽ നമ്മൾ ഭക്ഷണം വെക്കുമ്പോൾ നമുക്ക് വിശപ്പ്, ഇത്രയും ടൈം നമ്മൾ നിന്നല്ലേ, സോ നമ്മൾ ആ വിശക്കുമ്പോൾ ആ ജ്യൂസോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. യെസ്, അൽഹംദുലില്ലാ, ഞാൻ ഇന്നൊരു നോമ്പ് കംപ്ലീറ്റ് ആക്കി, ഒരു സന്തോഷമാണ് അല്ലേ? കുട്ടികളെ മനസ്സ് നിങ്ങൾ കണ്ടിനാ, കുട്ടികളെ മുഖം കണ്ടിനാ, അവർ നോമ്പ് തുറക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ് അല്ലേ? ദേ വിൽ ബി സോ ഹാപ്പി. ദെൻ നെക്സ്റ്റ് തിങ്, ദ നെക്സ്റ്റ് ഹാപ്പിനെസ് ഇസ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കാണുമ്പോൾ കണ്ടുമുട്ടും. ബിക്കോസ് ആ റിവാർഡ് നമുക്ക് നിർബന്ധമായിട്ടുണ്ടാവും, നമ്മൾ സിൻസിയറായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. സോ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ കൂലി തന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾ സന്തോഷിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഹു ആർ ഫാസ്റ്റ് ഇൻ ദ മന്ത് ഓഫ് റമദാൻ ഔട്ട് ഓഫ് സിൻസിയർ ഫെയ്ത്ത് ആൻഡ് ഹോപ്പിംഗ് ഫോർ എ റിവാർഡ് ഫ്രം അള്ളാഹ് ദെൻ ഓൾ ഹിസ് പ്രീവിയസ് സിൻസ് വിൽ ബി ഫോർഗിവൺ. നമ്മൾ എന്ത് തെറ്റ് ചെയ്തോട്ടെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രീവിയസ് സിൻസ് ഫോർഗിവ് ചെയ്യും, നോമ്പ് മാസത്തിൽ സിൻസിയറായിട്ട് നോമ്പെടുത്താൽ. He sallallahu alayhi wasallam also said, the fasting person has 2 times when he will rejoice, one at the time he breaks his fast and one when he meets his Lord. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നോമ്പ് എടുക്കുന്നവനക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഒന്ന് അവൻ നോമ്പ് തുറക്കുന്ന സമയത്തും, പിന്നെ സെക്കൻഡ് തിങ് അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ഈ ഒരു റിവാർഡ്സിന് വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ ഈ മൗത്ത്, അതായത് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആളുകളുടെ മൗത്തിൽ നിന്ന് വരുന്ന ബ്രെത്തിൻ്റെ മണം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മസ്കിനെക്കാളും സ്വീറ്ററാണ് ഇൻ ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്. മനസ്സിലായോ? എന്താണ് നമ്മൾ നോമ്പെടുത്താലുള്ള സ്പിരിച്വൽ ബെനിഫിറ്റ്സ്? ടൈപ്പ് ഓഫ് ബെനിഫിറ്റ്സ് ഉണ്ട്, ശാരീരികമായിട്ടും മാനസികമായിട്ടും. സ്പിരിച്വൽ എന്നാണ് പറയാം. അത് അള്ളാഹു തആലക്കുള്ളൊരു ഒബീഡിയൻസ് ആണ്. ബിലീവേഴ്സിന്, മുത്തഖീങ്ങൾക്ക് ഒരു തഖ്വ കൊടുക്കുന്ന പോലെ ട്രെയിനിങ് ആണ്. യെസ്, നമ്മൾ തഖ്വ ആവും, ബിക്കോസ് നമ്മൾ TV കാണൂല, മൂവീസ് കാണൂല, അല്ലെങ്കിൽ നമ്മൾ ബാഡ് വേർഡ്സ് ഉപയോഗിക്കില്ല, ഫിത്തിനെ പറയാതെ നമ്മൾ നമ്മുടെ വായ സൂക്ഷിക്കും. അള്ളാഹുവിനെ പേടിച്ചിട്ട് സ്നേഹത്തോടു കൂടി നമ്മൾ ചെയ്യുന്നതാണ്. ബിക്കോസ് നമുക്ക് വേണ്ട, നമുക്ക് ഈ മാസം നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹ് പുറത്ത് തരണം അല്ലേ? നമ്മളാരും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. യെസ്, സൺ ഓഫ് ആദം ഈസ് സിന്നിങ്. നമ്മളെല്ലാം ആദം നബീൻ്റെ സന്തതികൾ തന്നെയാണ്. സിന്ന് ചെയ്യുന്നുണ്ട് ഡെയിലി. ചിലപ്പോൾ നമ്മൾ വാക്ക് കൊണ്ട് നമ്മുടെ മക്കളെ പോലും എന്തെല്ലോ പറയും, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ പരിദൂഷണം പറയും. എല്ലാം സിന്ന് തന്നെയല്ലേ? സോ നമ്മൾ ട്രെയിൻ ചെയ്യും നമ്മുടെ ഹാർട്ടിനെ തഖ്വ വരാൻ വേണ്ടിയിട്ട്. പേഷ്യൻസ് ആൻഡ് സിൻസിയറിറ്റി. യെസ്, എഹ്സാനോടുകൂടി, എഹ്സാൻ എന്നാണ് സിൻസിയറിൻ്റെ വേർഡ് അർത്ഥം, അതായത് സിൻസിയറായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നത്. പിന്നെ സബ്ർ പാലിക്കും. ശരിയല്ലേ? മക്കൾക്ക് തന്നെ അത് പഠിക്കുന്നുണ്ട്. ചെറിയ 7-8 വയസ്സുള്ള മക്കൾ പേഷ്യൻസ് പഠിക്കുന്നു. അവരെന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഉമ്മമാർ പറഞ്ഞു കൊടുക്കും, എന്ത് മോനെ അത് പറയല്ല പ്ലീസ്, നോമ്പാന്ന്, ഡോണ്ട് ബി ആംഗ്രി, ദേഷ്യം പിടിക്കല്ല, ബ്രദറിനെ അടിക്കല്ല അല്ലേ? അപ്പോൾ അവർക്കും മനസ്സിലാവും, യെസ് നമ്മൾ നോമ്പെടുക്കുന്നവരാണ്, നോമ്പെടുക്കുമ്പോൾ നമുക്കിതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം. സെൽഫ് റിസ്ട്രെയിൻ ആൻഡ് എൻഡ്യൂറൻസ്, അതായത് നമുക്ക് ഒരു കാര്യം ഏറ്റെടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി വരുന്ന പോലെ നമുക്ക് പറ്റും. നെക്സ്റ്റ് തിങ്, റെസ്ട്രിക്ട് ദ മൂവ്മെൻറ്റ് ഓഫ് ഷെയ്ത്താൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഷെയ്ത്താനിനെ ചങ്ങലൊക്കെ ഇടുന്നതാണെങ്കിലും
ഷെയ്ത്താന് സ്റ്റിൽ നമ്മളെ മൈൻഡിലുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് വലിയ വലിയ ഷെയ്ത്താനെയാണ് ചെയിൻസിൽ അടിച്ചിട്ടുള്ളത്, ചെറിയ കുട്ടി ഷെയ്ത്താൻ സ്റ്റിൽ ഉണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് ശരി തന്നെയല്ലേ? എങ്ങനെയായാലും നമുക്കൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മളെ നഫ്സിന്. സോ ഷെയ്ത്താൻ്റെ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കും. നമുക്കിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ടൈം വേസ്റ്റ് ആക്കാമെന്ന് വിചാരിക്കും, എന്തെങ്കിലും കാര്യം സോഷ്യൽ മീഡിയയോ അങ്ങനെ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ നമ്മുടെ മനസ്സിലൊരു എന്താ പറയുക, വേണ്ട, ഞാൻ എന്തിനാ വെറുതെ ടൈം വേസ്റ്റ് ആക്കുന്നു, ഞാൻ പോയി ഖുർആൻ ഓതിട്ട് അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഇസ്തിഗ്ഫാർ ചെയ്തിട്ട്. നമുക്ക് ഉറക്കം വരുന്നുണ്ടാവും, പക്ഷേ നമ്മൾ കുറച്ച് ഉറങ്ങിയിട്ടാണ് എണീറ്റ് പാട് വേഗം ഖുർആൻ ഓതാം. അല്ലാതെ നമ്മൾ മറ്റുള്ള മാസങ്ങളിൽ അങ്ങനെ തോന്നുമോ? ഇല്ല, മറ്റുള്ള മാസങ്ങളിൽ ശരിക്കും അങ്ങനെ തോന്നില്ല. അത്രയും തക്കവുള്ളവർക്ക് മാത്രം അങ്ങനെയൊക്കെ തോന്നുള്ളൂ. നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡിസ്ട്രാക്റ്റാണ്, പുറത്ത് പോവും, നമ്മൾ അടിച്ചു പൊളിക്കും, നമ്മൾ മക്കളുടെ കൂടെ പുറത്ത് പോവും, നമ്മൾ ആവശ്യത്തിന് ടൈം സ്പെൻഡ് ആക്കും, അങ്ങനെ. പക്ഷേ നോമ്പിന് നമ്മളിതെല്ലാം റെസ്ട്രിക്റ്റഡ് ആക്കും. വാട്ട് ആർ ദ സോഷ്യൽ ബെനിഫിറ്റ്സ്? എന്താണ് കമ്മ്യൂണിറ്റിയിലുള്ള ബെനിഫിറ്റ്സ്? യൂണിറ്റി ആൻഡ് ഇക്വാലിറ്റി ബിറ്റ്വീൻ മുസ്ലിംസ്, അല്ലേ? മുസ്ലിം ഉമ്മത്തികൾ തമ്മിലൊരു യൂണിറ്റി ഉണ്ടാവും. പല സ്ഥലത്തും നമ്മൾ നോമ്പ് തുറക്കുന്ന പാർട്ടീസ് വെക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ നെയ്ബർഹുഡിനെ ശരിക്കും ഒരു കമ്മ്യൂണിറ്റി സ്ട്രെങ്ത് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് പാവപ്പെട്ടവരോടും നീഡിനോടും നമുക്ക് ഒരു അലിവ് തോന്നും, അല്ലേ? നമ്മൾ ഇത്രയും മന്ത് നമ്മൾ ചിലപ്പോൾ സദക്കൊന്നും അങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ നോമ്പിനൊരു സ്പെഷ്യൽ സദക്കക്ക് ഡിഫറെൻറ്റ് റിവാർഡ്സാണ്. സോ സക്കാത്ത് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, പക്ഷേ നമുക്കൊരു പാവം ഒരു അലിവ് തോന്നുന്നില്ലേ പാവപ്പെട്ടവർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ? യെസ്, ഞാനിപ്പോൾ ഒരു 1000 രൂപയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് ഞാൻ ചിലപ്പോൾ ഒരു 50 റുപ്പീസ് വെച്ചിട്ട് ഞാനൊരു 20 ആൾക്കാർക്ക് കൊടുക്കാൻ, മനസ്സിലായി? ഒരു 20 പേർക്ക് ഞാൻ 50 രൂപ വെച്ച് കൊടുക്കും എന്നുള്ളൊരു നീയത്ത് മനസ്സിൽ വെക്കാം. സോ ഇറ്റ്സ് ലൈക്ക് നമ്മളെ മക്കളോടും, നിങ്ങളിപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ഒരു പോക്കറ്റ് മണി കൊടുക്കും, അല്ലേ? എല്ലാവർക്കും നോമ്പ് കഴിഞ്ഞാൽ ഒരു പൈസ ഉണ്ടാവും. സോ നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ മക്കളോട് പറയുക, എന്താണ്, നിങ്ങൾ കളക്ട് ചെയ്യുന്ന പൈസൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അംശം നിങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കണം, നല്ലതാണ്. ഞാൻ എൻ്റെ മക്കൾക്ക് അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഒരു പോക്കറ്റ് മണി മക്കൾക്ക് കൊടുക്കും. ബിക്കോസ് അവർ സ്കൂളിൽ പോകുമ്പോൾ അവർ ക്യാൻറ്റീനിലെ ബാക്കി പൈസ, പിന്നെ അതിന് സ്റ്റേഷനറീസ് വാങ്ങിയ ബാക്കി പൈസ കയ്യിൽ വെച്ചോ എന്ന് പറയും. യെസ്, ബിക്കോസ് അവർക്കൊരു റെസ്പോൺസിബിലിറ്റി കൊടുക്കണമെന്നാണ്. അല്ലാതെ ഞാൻ പറയുന്നതല്ല ലൈക്ക് നിങ്ങൾ അങ്ങനെ പൈസ കൊടുത്ത് ശീലിപ്പിക്കണം എന്നല്ല പറഞ്ഞത്. ബട്ട് സ്റ്റിൽ ഒരു 10 രൂപ 20 രൂപ ഒക്കെ ബാക്കി ഉണ്ടാകുമ്പം അങ്ങനെ ഞാൻ കൊടുക്കാറുണ്ട്. സോ ഞാൻ പറയും, എന്താണ് മോളെ, ഇത് അതിന് 20 റുപ്യാണെങ്കിൽ 5 റുപ്യ നീ പാവപ്പെട്ടവർക്ക് വെക്ക്, മോളൊന്ന് പാവപ്പെട്ടവർക്ക് വെക്ക്. അപ്പോൾ എന്തിനാന്ന് ചോദിക്കും, അവർക്ക് ഇഷ്ടമല്ല അത് ആക്ച്വലി അങ്ങനെ കൊടുക്കാൻ. പക്ഷേ നമ്മളത് ഇപ്പം തന്നെ ശീലിപ്പിക്കണം. വി ഹാവ് ടു ഡൂ ദാറ്റ്. അവരോട് പറയണം 20 റുപ്പീസ് ഫുള്ളും സ്പെൻഡ് ചെയ്യാണ്ട് 5 റുപ്പീസ് കീപ്പ് ഫോർ പുവർ. അപ്പോൾ ഒരു മാസത്തിൽ 10 റുപ്പീസ് അവർക്കൊരു പോക്കറ്റ് മണി കിട്ടുന്നതിന് 50 രൂപേൻ്റെ ഉള്ളിൽ ഒരു 20 റുപ്യെങ്കിലും അവർ പാവപ്പെട്ടവർക്ക് കൊടുക്കും. ഓക്കെ, അവരെ മനസ്സാണ്. അപ്പോൾ എൻ്റെ മോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് ചെറിയ പൈസയിലും ഉമ്മാന്ന്. ഞാൻ പറഞ്ഞു, ചെറുതിലും വലുതിലും എല്ലാ കാര്യം നിങ്ങളുടെ മനസ്സിലാണ്. നിങ്ങൾ കൊടുക്കാൻ റെഡി ആണെങ്കിൽ ഗിവ് ഇറ്റ്, അല്ലേ? സോ അങ്ങനെ പറയണം. നമ്മൾ ആസ് എ പാരൻ്റ് അങ്ങനെ പറഞ്ഞേ പറ്റൂ. ടീച്ച് ദം. ചാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ പാപങ്ങൾ കഴുകിക്കളയുന്ന ഒരു കാര്യമാണ് ചാരിറ്റി. എന്താണ് നമ്മളെ മെഡിക്കൽ ബെനിഫിറ്റ്സ്? മെഡിക്കൽ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്, അല്ലേ? നോൺ മുസ്ലിംസ് പോലും നമ്മളെ നോമ്പിനെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ചില ആളുകൾ. അതായത് ഡോക്ടേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ട് വന്നു. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അവർ തുടങ്ങുന്നത് തന്നെ എന്താണ്, തുടക്കം നമ്മുടെ നോമ്പ് തന്നെയാണ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾ 6-7 മണിക്കൂർ നോമ്പ് എടുക്കുന്നല്ലേ വെറും വെള്ളം കുടിച്ചിട്ട്? അത് തന്നെയല്ലേ നമ്മൾ നോമ്പിന് യെസ്, നമ്മൾ നോമ്പിന് വെള്ളം കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഏകദേശം അങ്ങനെ തന്നെ നമ്മൾ ബോഡിയിലെ ടോക്സിൻസ് ഫുള്ളും ഡീടോക്സിഫൈ ചെയ്യുന്നതാണ്. വിഷങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പെല്ലാം ഡീടോക്സിഫൈ ചെയ്യുന്നില്ലേ? അത് തന്നെയല്ലേ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ്. നിങ്ങൾ ഇത്രയും ടൈം തിന്നണ്ടെന്ന് പറഞ്ഞ്, പിന്നെ നിങ്ങൾ 11 മണിക്ക് കഴിക്കണം എന്ന് പറഞ്ഞ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഡയറ്റ് പ്ലാനിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. മിതമായ രീതിയിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കഴിക്കാൻ പറഞ്ഞത്. പക്ഷേ നമുക്ക് അങ്ങനെ പറ്റൂല. നമുക്ക് കൂടുതൽ നോമ്പ് തുറക്കുമ്പോൾ എണ്ണ ഭക്ഷണം അങ്ങനെയൊക്കെയാണ്. പക്ഷേ സ്റ്റിൽ നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റമിന് നമുക്ക് അക്യുമുലേറ്റഡ് വേസ്റ്റ് പുറത്തിറക്കാൻ ഹെൽപ്പ് ചെയ്യും. ആദ്യത്തെ ഒരു 3 ദിവസം പ്രയാസം പോലെ ഉണ്ടാവും. പക്ഷേ 3-ാമത്തെ ദിവസം കഴിഞ്ഞാൽ തന്നെ അൽഹംദുലില്ലാഹ് നിങ്ങളെ ബോഡി ഒന്ന് സെറ്റാവും നോമ്പിനോട്. നമുക്ക് ഭയങ്കര സന്തോഷമാണ്, സമാധാനമാണ് ബോഡിക്ക്. പിന്നെ മോശമായിട്ടുള്ള കൊളസ്ട്രോൾ, ഫാറ്റ്സ് നമ്മുടെ ബ്ലഡിലുള്ളത് അതൊക്കെ നമുക്ക് ഹാർട്ട് ഡിസീസിന് കാരണമാകും. അതെല്ലാം അതായത് ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റ് ഉണ്ടാവും. ആ ഫാറ്റ് നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോൾ അത് വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. മനസ്സിലായി? അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഷുഗർ എപ്പോഴും കുടിക്കുന്നതാണെങ്കിൽ, ഷുഗറുള്ള ഡ്രിങ്ക്സോ ജ്യൂസസ് എപ്പോഴും കഴിക്കുന്നവരാണെങ്കിൽ മധുരം എപ്പോഴും അക്യുമുലേറ്റഡ് ആവും. അങ്ങനെയാണ് ഡയബറ്റീസ് വരുന്നത്. അല്ലെങ്കിൽ
നമ്മൾ അത്രയും ലിമിറ്റഡ് ആയിട്ട് നമ്മൾ ഭക്ഷണം അങ്ങനെ കഴിക്കുന്നില്ല, വൈറ്റ് റൈസ് കഴിക്കുന്നില്ല, ഇങ്ങനെയുള്ളൊരു അവസ്ഥ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അടഞ്ഞിരിക്കുന്ന ഫാറ്റോ ഷുഗറോ എല്ലാം വേറെ വേറെ ഫങ്ഷൻസിന് ഉപയോഗിക്കും ശരീരത്തിന് വേണ്ടിയിട്ട്, അല്ലേ? സോ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന സാധനം പുറത്തേക്ക് തള്ളും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓവർ ഈറ്റിംഗ്, നമ്മൾ അമിതമായിട്ട് കഴിക്കുന്നത് നമുക്ക് സെൽഫ് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്മോക്കിംഗ് എക്സെട്ര. ലോങ് സമ്മർ, ഇപ്പോൾ നമുക്കിപ്പോൾ ഭയങ്കര ചൂടുള്ള ടൈമാണ്. സോ എന്തൊക്കെയാണ് ഹെൽത്ത് ടിപ്സ്? അപ്പോൾ എല്ലാ വർഷവും ഏതൊക്കെയോ കൺട്രീസിൽ 16-17 മണിക്കൂറുണ്ട് ഫാസ്റ്റിംഗ്. ചില ആൾക്കാർക്ക് 15 മണിക്കൂർ മേലെ ഉണ്ടാവും. സോ എന്തൊക്കെയാണ് ടിപ്സ്? ഫസ്റ്റ് വൺ, ബി സ്ട്രോങ് ആൻഡ് ബി പേഷ്യൻറ്റ് ആൻഡ് ഗെറ്റ് ഇമ്മെഷറബിൾ റിവാർഡ് ഫ്രം അള്ളാഹ്. സ്ട്രോങ് ആവുക, സബർ പാലിക്കുക, അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് നമുക്ക് റിവാർഡ്സാണ് കിട്ടുന്നത് എന്ന് ആലോചിച്ചിട്ട് സന്തോഷിക്കാം. കൂടുതൽ പേരും ചിന്തിക്കുമ്പോൾ എത്രയും പെട്ടെന്നൊന്ന് നമ്മളെ നോമ്പൊന്ന് കഴിഞ്ഞാൽ മതി, ബിക്കോസ് അത്രയും ഡിഫിക്കൽട്ടാണ്. നമ്മൾ എസ്പെഷ്യലി ആണുങ്ങന്മാരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. പ്രവാസികളായിക്കോട്ടെ, പിന്നെ വെസ്റ്റേൺ കൺട്രീസിലായിക്കോട്ടെ, ലോങ് ഡേയ്സ് ആയിരിക്കും സമ്മർ സീസൺ ചിലപ്പോൾ. അപ്പോൾ അവർ ചിലപ്പോൾ പുറത്ത് വർക്ക് ചെയ്യുന്നതോ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിലേക്കും. സോ അവർക്കത് ഭയങ്കര ചൂടാണ്. സോ അവർക്ക് കൂടുതൽ റിവാർഡ്സാണ് നോമ്പെടുത്തിട്ട് അവർ ചെയ്യുമ്പോൾ. മെനി പീപ്പിൾ ഹോൾഡ് ദാറ്റ് ഫാസ്റ്റിംഗ് ഷുഡ് ബി ഈസി ആസ് ദേ ഡു നോട്ട് എക്സ്പെക്ട് ടു ഫേസ് എനി ഹാർഡ്ഷിപ്പ് ഓൺ ദ പാത്ത് ഓഫ് സാൽവേഷൻ. പക്ഷേ മോമിനിയങ്ങൾക്ക് അതൊന്നും ഒരു വലിയ പ്രശ്നമല്ല. അവരെങ്ങനെയായാലും അവരത് തരണം ചെയ്യും, അല്ലേ? നമ്മുടെ മനസ്സിലും നമ്മളെ ഹൃദയത്തിലും നമ്മളെ മെൻ്റലി ആൻഡ് സ്പിരിച്വലി കാര്യങ്ങൾ നമ്മളൊന്ന് ഫോക്കസ് ചെയ്താൽ ഫാസ്റ്റിംഗ് വിൽ ബി ഈസി. മനസ്സിലെപ്പോഴും അല്ലാ ഇതെപ്പോഴാണ് തീരുക, ഈ ദിവസം എങ്ങനെ തീരും, എങ്ങനെ വെള്ളം കുടിക്കും, ഇങ്ങനെ ചിന്ത വന്നുകൊണ്ടിരിക്കുമ്പം നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. സോ ശരിക്കുള്ള സ്ട്രെങ്ത് ശരിക്കും നമ്മളെ ഫിസിക്കലല്ല കേട്ടോ. യെസ്, ഫിസിക്കലായിട്ട് എല്ലാവർക്കും ക്ഷീണമാണ്. ഒരു 4 മണിയാകുമ്പോൾ നമുക്ക് വരെ ക്ഷീണം പിടിക്കും. പക്ഷെ നമ്മുടെ മനസ്സിന് നമ്മൾ ആ സ്ട്രെങ്ത് കൊടുക്കണം. സോ നമ്മൾ ഇൻറ്റൻഷൻ സ്ട്രോങ് ആക്കണം, ബിക്കോസ് അതിന് വലിയ കൂലി ഉണ്ടെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം ഭക്ഷണത്തെക്കുറിച്ചിട്ടാണ്. പഴവർഗ്ഗങ്ങൾ ലൈക്ക് ഡേറ്റ്സ്, ബനാനാസ് ആൻഡ് ഹൈ പൊട്ടാഷ്യം കാര്യങ്ങളാണ് സുഹൂർ, അതായത് സുഹൂറിന് റെക്കമെൻഡ് ചെയ്യുന്നത്. ഫ്രൈഡ് ഫുഡ്സ് മാക്സിമം ഒഴിവാക്കുക, ബിക്കോസ് എരിവുള്ള ഭക്ഷണം നല്ലതല്ല രാവിലെ തന്നെ കഴിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് സെഹരീൻ്റെ ടൈമാണ്, അതായത് അത്താഴത്തിൻ്റെ സമയം. ഓക്കെ, ഫജറിന് മുമ്പുള്ള ടൈമാണ്. ഡേറ്റ്സ് നല്ലതാണ്, ബനാനാസ്, കുക്കുംബേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലതാണ്. സോ സ്ലോ ഡൈജസ്റ്റിംഗ് ഫുഡ് അല്ലെങ്കിൽ ഫൈബർ ഉള്ള ഫുഡ്സാണ്. ഒരുപാട് മണിക്കൂർ ഫാസ്റ്റിംഗ് ഉണ്ടാവില്ലേ, 8, 9 അല്ലെങ്കിൽ 14 മണിക്കൂറൊക്കെ ഫാസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിലും ഫൈബർ കൂടുതലുള്ള ഭക്ഷണം കഴിക്കാനാണ് പറയുന്നത്. ഓക്കെ, പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ 3-4 മണിക്കൂർ കൊണ്ട് ഇതായി പോകും, മനസ്സിലായോ, ഡൈജസ്റ്റ് ആയി പോകും. സോ അറ്റ്ലീസ്റ്റ് ഫൈബർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കണമെന്നാണ് പറയുന്നത്. സോ സ്ലോ ഡൈജസ്റ്റിംഗ് ഫുഡ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ബാർലെ, വീറ്റ്, ഓട്സ്, സെമോലിന, ബീൻസ്, ലെൻറ്റിൽസ്, ഹോൾ മീൽ ഫ്ലോർ ആൻഡ് വൈറ്റ് ഫ്ലോർ. ഇത് കുറച്ച് ടൈം റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഓക്കെ, ഫാസ്റ്റ് ബേണിംഗ് ഫുഡ്സാണ് ഷുഗർ ഉള്ളത്. സോ മാക്സിമം ഷുഗറുള്ള കാര്യങ്ങൾ രാവിലെ നിന്ന് ഒഴിവാക്കുക. അവോയ്ഡ് എന്തെല്ലാം നമ്മൾ മാക്സിമം അവോയ്ഡ് ആക്കേണ്ട ഫ്രൈഡ് ആൻഡ് ഫാറ്റി ഫുഡ്സ്. നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. എസ്പെഷ്യലി ഈ കേരളക്കാർക്ക് എരിവും പുളിയും, അതേപോലെ കണ്ണൂർ, തലശ്ശേരി ഇങ്ങനെയുള്ള ഭാഗങ്ങൾക്ക് എപ്പോഴും ഒരുപാട് കടികളുണ്ടാവും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരുപാട് കടികളാക്കുന്ന ടൈം കൊണ്ട് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കടി മതി, അതായത് ഒരു സ്നാക്ക് മതി. ബാക്കി നിങ്ങൾ ഡിന്നറായിട്ട് തന്നെ കഴിക്കുക. എവറി ഡേ സ്നാക്സ് വേണമെന്നില്ലല്ലോ, കട്ട്ലേറ്റ്, സമൂസ ഇങ്ങനെയൊക്കെ വേണമെന്നില്ല. കുറച്ച് ഒരു 10-12 പീസസ് വെച്ചിട്ട് ബാക്കി ഫ്രൂട്ട്സ്, പിന്നെ അതേപോലെ വെള്ളം, പിന്നെ കൂടെ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും റൈസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഫാറ്റി ഫുഡ്സിനെക്കാളും എത്രയോ ബെറ്ററാണ് നിങ്ങൾ റൈസ് തിന്നുന്നത്, അതായത് നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലും, മനസ്സിലായോ? സോ എല്ലാം ഒരു ലിമിറ്റ് വെച്ചിട്ട് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ ഷുഗർ കൂടുതലുള്ള ഭക്ഷണം മാക്സിമം ഒഴിവാക്കുക നോമ്പ് തുറക്കുന്ന സമയത്തും. ഓവർ ഈറ്റിംഗ്, അതായത് സെഹറിൻ്റെ ടൈം ഓവറായിട്ട് തിന്നാതിരിക്കുക. പിന്നെ ഒരുപാട് ചായ കുടിക്കാതിരിക്കുക, ബിക്കോസ് നമുക്ക് ഒരുപാട് ടൈം യൂറിന് പാസ് ചെയ്യും. നമുക്ക് മൂത്രം കൂടുതലായിട്ട് നമ്മൾ യൂറിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളും കൂടി ഇല്ലാണ്ടാവും. ഒരുപാട് നമ്മൾ ബാത്റൂം പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, രാവിലെ നമ്മൾ നമസ്കാരത്തിന് ശേഷം ഉറങ്ങാൻ കിടന്നാൽ ഒരുപാട് തവണ ടോയ്ലറ്റിൽ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ കോഫി കുടിക്കുന്ന ആളാണെങ്കിൽ കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്യുക, ബിക്കോസ് അത് കുറച്ച് ഡ്രൈ ആവും. ഓക്കെ, ചില ആൾക്കാർക്ക് കോഫി ഇല്ലാണ്ട് പറ്റൂല. സോ ബിക്കോസ് ചില ആൾക്കാർക്ക് അത് ഹെഡ് ഏക്സ് അവോയ്ഡ് ചെയ്യും, സ്ലീപ്പിനെസ്സിന് പറ്റൂല. സോ
കോഫി ഡ്രിങ്കർ ആണെങ്കിൽ കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യുക. ഭയങ്കര ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്ന ഒരു ഡ്രിങ്കാണ്, അതായത് ഉണങ്ങിപ്പോവും അതാ ശരീരം, മനസ്സിലായോ? പിന്നെ സ്ലോലി ഡേറ്റ്സും വാട്ടറും മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തായാലും നിങ്ങൾ ഡേറ്റ്സും വാട്ടറും നിങ്ങളുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുക. സോ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഈ റമദാൻ നല്ല രീതിയിൽ ബ്ലെസ് ആക്കട്ടെ, നമുക്ക് ഹിദായത്ത് നൽകട്ടെ, നമ്മുടെ ഹൃദയങ്ങൾ നേരായ മാർഗ്ഗത്തിൽ നയിക്കാനും അത് മാക്സിമം റമദാനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്തിട്ട്. ഓക്കെ, സോ ഇൻഷാ അല്ലാഹ് ബാക്കി ക്ലാസ്സുകൾ നെക്സ്റ്റ് ലെസൺ ആയിട്ട് എടുക്കാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.